പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് 1,70,000 കിലോമീറ്ററുകൾ പിന്നിട്ട ഒരു നെക്സോൺ EV യൂസറുടെ അനുഭവങ്ങളാണ്. ഇത്രയും 3.5 വർഷക്കാലമേ അദ്ദേഹം ഈ വാഹനം ഉപയോഗിക്കുന്നു. 1,70,000 കിലോമീറ്ററുകൾ പിന്നിട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം അനുഭവങ്ങളും അറിവുകളും അദ്ദേഹത്തിന് നമ്മളോട് പങ്കിടാനായിട്ടുണ്ടാവാം. അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് അല്പം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2 ഭാഗമായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എനിക്ക് മൊത്തം ഒരു 1.5 മണിക്കൂറിന് മേലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഭാഗമായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. 2 ഭാഗങ്ങളും നിങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും ശരി, മറ്റ് നിർദ്ദേശങ്ങളാണെങ്കിലും ശരി, കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാറേ നമസ്കാരം. നമസ്കാരം. ഓക്കെ, സാറിന്റെ പേര്? എൻ്റെ പേര് മനു എന്നാണ്. കൊല്ലമാണ് സ്ഥലം. ഓക്കെ, കൊല്ലം തേവലക്കര. ഓക്കെ, ചവറ അല്ലേ? ആ, ചവറ. നമുക്കിപ്പോ ഏത് വാഹനമാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോ നെക്സോൺ EV പ്രൈം ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് 3.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 3.5 വർഷമാകുന്നു. 1,71,895 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ. ഓക്കെ, 3.5 വർഷം 1,71,000 കിലോമീറ്റർ 1,72,000 895 കിലോമീറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ വാറണ്ടി കഴിഞ്ഞല്ലോ അല്ലേ? വാറണ്ടി കഴിഞ്ഞു. 1.60-ന് ആക്ച്വലി 1.25-ന് സ്റ്റാൻഡേർഡ് വാറണ്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് വാറണ്ടി 1.25 3 വർഷമല്ലേ? 3 വർഷമാണ്. സോ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. 3 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ 1.5 കഴിഞ്ഞിരുന്നു. 1.5 കഴിഞ്ഞു. ബാറ്ററി വാറണ്ടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബാറ്ററിയുടെ വാറണ്ടി കഴിഞ്ഞു. ബാറ്ററിയുടെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ? എനിക്ക് ആക്ച്വലി ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുന്നത് നല്ലതാണ്. എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ കാര്യം ചോദിച്ചോണ്ട് പറയാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ RSIയുടെ കാര്യം സെപ്പറേറ്റ് പറയാം. ഇപ്പൊ എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ കാര്യം പറയാം. സോ എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ കേസ് സാറിന്റെ സംശയം, നമുക്ക് സാധാരണ വാറണ്ടി ഇതിന് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ മോട്ടറിന്റെയും ബാറ്ററിയുടെയും മോട്ടറിന്റെ വാറണ്ടി വരുന്ന അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ 1.60 കഴിഞ്ഞപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു? അതെന്റെ സംശയം. ഇല്ല, അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഇല്ല. എക്സ്റ്റെൻഡ് വാറണ്ടി എന്ന് പറയുന്നത്, സാധാരണ എക്സ്റ്റെൻഡ് വാറണ്ടി പറയുന്നത് നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് വാറണ്ടി, അതായത് 1,25,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം എന്നുള്ളതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് വാറണ്ടി ഉള്ളത്. അത് ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഉണ്ടായിരുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒക്കുമായിരുന്നു. 1.25 ലക്ഷത്തിന് 3 വർഷത്തേന്നേ പറ്റത്തുള്ളൂ. 3 വർഷം എന്നുള്ളത് 4 വർഷം ആവും. അതല്ലെങ്കിൽ 5 വർഷം ആക്കാമെന്നുള്ളതായിരുന്നു ഞാൻ വണ്ടി എടുത്തപ്പോ ഉണ്ടായിരുന്ന ബെനിഫിറ്റ്. മീൻസ് എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ആക്കാം. പക്ഷെ കിലോമീറ്ററിന് വ്യത്യാസം കൂടുതല. ഇപ്പൊ ആക്ച്വലി ഈ ഫേസ് ലിഫ്റ്റ്, നെക്സോണിന്റെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോ അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 എന്നുള്ളത് 1.60 ആവും. 3 വർഷത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.25 1,25,000 കിലോമീറ്റർ എന്നുള്ളത് 1.60 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വെക്കും. 3 വർഷം, അതായത് ടോട്ടലി നോർമലി ഉള്ള 3 കൂടെ കൂട്ടുമ്പോൾ 6 വർഷത്തേക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടും. പിന്നെ ഈ 1.25 എന്നുള്ളത് 1.60 ആവും. 3 വർഷം എന്നുള്ളത് 6 വർഷം. ഇതല്ലാതെ ഒരു ഓട്ടോ ഉള്ളവർക്ക് എടുത്തുകൊണ്ട് ഗുണമുണ്ടോ? അതായത് എക്സ്റ്റെൻഡ് വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും യൂസ് വരുന്ന സംഗതിയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ഉപയോഗം വരാത്ത ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ 1.6 ലക്ഷം കിലോമീറ്റർ ഓടി തീരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് 1 രൂപയുടെ പോലും മെച്ചമില്ല. പിന്നെ ഇല്ല. കാരണം എക്സ്റ്റെൻഡ് വാറണ്ടി മാക്സിമം എടുക്കാവുന്ന 3 വർഷത്തേക്കാ. സോ 3 വർഷം അല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്ററിന്റെ ആണ് എടുക്കാൻ വെക്കുന്നത്. സോ അത് എടുക്കുന്നവർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് അറിയത്തില്ല ഈ 1.6 ലക്ഷം കിലോമീറ്റർ നമ്മൾ 3 വർഷം കൊണ്ട് കഴിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വെക്കുന്ന കാര്യം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ഇപ്പൊ എടുക്കാനില്ല. ഈ എക്സ്റ്റെൻഡ് വാറണ്ടി ഏതാണ്ട് 60,000 രൂപ വരെയൊക്കെ കോസ്റ്റ് വരുന്ന പ്ലാൻസ് ഉണ്ട്. സോ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, എന്റെ ഏറ്റവും നല്ല അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു FD തുടങ്ങും, RD തുടങ്ങും, RDയോ അല്ലെങ്കിൽ സിപ്പോ തുടങ്ങും.
അത് ഒരു 2.5 വർഷം കഴിയുമ്പോൾ, 3 വർഷത്തേക്ക് പിടിക്കരുത്, 2.5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇപ്പൊ ഉള്ള എക്സ്റ്റൻഡ് വാറണ്ടിയുടെ 3 വർഷത്തെ കോസ്റ്റ് വരുന്ന രീതിയിൽ ഒരു RD അല്ലെങ്കിൽ സിപ്പ് തുടങ്ങുക. സോ ആ സിപ്പ് നിൽക്കുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ RD മെച്ചുവർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ സമയം ആവാറായി. സോ ഇപ്പൊ നമ്മളുടെ കിലോമീറ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണ കിട്ടും. ഓക്കെ, സോ അങ്ങനെ ധാരണ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ തന്നെ. എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പൈസയും പിന്നെ അതിന്റെ കുറച്ച് അപ്രീസിയേഷൻ വാല്യൂവും കിട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ടാവും, അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അപ്പൊ തന്നെ എടുക്കാനൊക്കും. ആദ്യമേ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ച് വില കൂടുതലായിരിക്കും ആ സമയത്ത്. കാരണം 2 വർഷമായല്ലോ, അതിനിടയ്ക്ക് അവർ എക്സ്റ്റൻഡ് റേറ്റ് വാറണ്ടിയുടെ പ്രൈസ് കൂട്ടിയെന്നിരിക്കാം. സോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അതല്ല അതെടുക്കാം. അതല്ല നിങ്ങളുടെ ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാം. സോ ഒരു സേവിങ്സ് ആയിട്ട് അവിടെ കിടന്നോളും. അപ്പം ഇതിന്റെ അകത്ത് നല്ല ഓട്ടോ ഉള്ളവർ എടുത്തിട്ട് കാര്യമില്ല. അതാ പറഞ്ഞു, ഈ 3 വർഷത്തിനുള്ളിൽ 1.6 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുന്നവർ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ എനിക്ക് 1.5 വർഷമായി വണ്ടി എടുത്തിട്ട് 43,000 കിലോമീറ്റർ ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും ഒരു 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് 1.60 എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 4 കൊല്ലം കൊണ്ട് 1.60 ഇപ്പം 42 കിലോമീറ്റർ ആയി 1.5 വർഷം കൊണ്ട്. അപ്പൊ 2.5 വർഷം കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഒന്നിനടുത്തെത്തും. ഒന്നിനടുത്തേ എത്തത്തുള്ളൂ. സോ സാറിന് വേണമെന്ന് 3 വർഷം കൊണ്ട് എന്തായാലും 1.25 അല്ലെങ്കിൽ 1.5 ആയേക്കും. സോ അങ്ങനെയാണെങ്കിൽ സാറിന് വേണമെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം. 1.25 വരെ കിട്ടും. 1.25 വരെ 1.25 അല്ല 1.25 എന്നുള്ള 1.5 ആവും. 1.5 ആവത്തില്ല. 1 വർഷത്തേനും 2 വർഷത്തെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5 ആവത്തില്ല. 3 വർഷത്തേന് മാത്രമേ ഈ 1.6 ലക്ഷം കിലോമീറ്റർ വരെയുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് എടുക്കുന്നതായിരിക്കും ബെനിഫിറ്റ്. അത് കൃത്യമായിട്ട് കണക്കൂട്ടി നോക്കിയാലേ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പൊ എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് 3 വർഷം കൊണ്ട് 1.60 എത്തുന്നവർ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. 3 വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6 വർഷത്തിനുള്ളിൽ വണ്ടിക്ക് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾ എന്ത് വന്നാലും പ്രശ്നം വരത്തില്ല. ഒരു കാര്യം ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, സസ്പെൻഷൻ പാർട്സിന് 50,000 കിലോമീറ്റർ വരെ വാറണ്ടി കിട്ടത്തുള്ളൂ. എക്സ്റ്റൻഡ് വാറണ്ടിക്കകത്തത് കവർ ആവില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് വാറണ്ടി, അതായത് 3 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്ററിനകത്ത് ഇതിന് പ്രത്യേകം സ്പ്ലിറ്റപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ യൂസർ മാനുവൽ നോക്കിയാൽ മതി, അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് പല സർവീസ് സെന്ററിലും പറയാറുണ്ട്, എനിക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 50,000 കിലോമീറ്റർ കഴിഞ്ഞു, സോ അതുകൊണ്ട് സസ്പെൻഷന് വാറണ്ടി കിട്ടൂല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്റ്റാൻഡേർഡ് വാറണ്ടിക്ക് അകത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് മാറാൻ അതിന്റെ ഒരു പേപ്പർ കാണിക്കാൻ പറയുന്നത്. ഈ സർവീസ് സെന്ററുകാർ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ യൂസർ മാനുവൽ അല്ലാതെ വേറെ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവണം. എന്ത് കാര്യം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അതിന്റെ ഒരു റിപ്പോർട്ട്, ടാറ്റയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഇന്റിമേഷന്റെ ഒരു കോപ്പി കാണിക്കാൻ പറയുക, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായ ഡേറ്റിന് മുമ്പുള്ളത്. അപ്പൊ എന്തായാലും 3 വർഷം വരെ സ്റ്റാൻഡേർഡ് വാറണ്ടിക്കകത്ത് എല്ലാം കവർ ചെയ്യുന്നു, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് അതുപോലത്തെ ഐറ്റംസ് ഒഴിച്ച് അത് യൂസർ മാനുവൽ നോക്കിയാൽ അത് കറക്റ്റ് ആയിട്ട്. ഇവർക്ക് ഇത് മാറി തന്നെന്ന് പറഞ്ഞാൽ ടാറ്റ ഇവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതല്ലേ ആ പാർട്സ്. പിന്നെ അവരെന്തിനാ അങ്ങനെ പറയുന്നത്? കസ്റ്റമർ ഫ്രണ്ട്ലിയായിട്ട് അവർ സംസാരിച്ചാ പോലെ. അത് എനിക്കറിയൂല എന്തുകൊണ്ടാണ്. എനിക്ക് അതിന്റെ 2 മാസം അതിന്റെ പുറകെ നടന്നിട്ടാണ് ആ എമൗണ്ട് തിരിച്ചു കിട്ടിയത്. സസ്പെൻഷൻ മാറിയായിരുന്നു. സസ്പെൻഷന്റെ ഫ്രണ്ടിലെ സ്റ്റെബിലൈസർ അസംബ്ലി അവര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും 3.5 വർഷം ഉപയോഗിച്ചു, എന്തെങ്കിലും കംപ്ലൈന്റ് വണ്ടിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഇഷ്യൂസിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ഞാൻ ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പറയുമ്പോ, ഈ പ്രത്യേകിച്ചും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുമ്പോ കുറെ അധികം കാര്യങ്ങൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓർത്തെടുക്കാൻ മേജർ ആയിട്ടുള്ള ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ ചാർജിങ് ഗൺ ആക്ച്വേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. അതായത് നമ്മളുടെ ചാർജിങ് ഗൺ ഉണ്ടല്ലോ, നമ്മളുടെ വണ്ടി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗണ്ണ്, അത് നമ്മളുടെ ഇതിനകത്ത് ലോക്ക് ആയിരിക്കുന്ന സംഗതി എനിക്ക് വണ്ടി എടുത്ത് ഒരു 2-3 മാസത്തിനുള്ളിൽ ആദ്യമേ വന്നിട്ടുള്ളതാണ്. അതായത് ഞാൻ രാവിലെ ഓഫീസിൽ ഇറങ്ങാനായിട്ട് പോകുന്നു, ചെന്ന് വണ്ടി ഊരി ഇടാൻ നോക്കുമ്പോൾ വണ്ടി ഊരി വരുന്നില്ല.
അപ്പൊ എന്റെ ചേട്ടന്റെ വണ്ടി ഉള്ളതുകൊണ്ട് എന്റെ ചേട്ടന്റെ വണ്ടി എടുത്തോണ്ട് ഞാൻ പോയി. പലരും പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ്. സോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഏറ്റവും അവസാനം ഞാൻ ഊരി വരിക എന്തോ ചെയ്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ സർവീസ് സെന്ററിൽ കാണിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പക്ഷെ അടുത്ത ദിവസം വീണ്ടും വന്നു. സോ അപ്പൊ സർവീസ് സെന്ററിൽ നിന്ന് ഒരു ടെക്നീഷ്യൻ വീട്ടിൽ വന്നിട്ടാണ് അത് ആദ്യമേ എനിക്ക് ഊരി തന്നത്. ഓക്കെ, എന്നിട്ട് അവർ ആ സാധനം മാറ്റുന്നതിന്റെ പ്രൊസീഡിങ്സ് തുടങ്ങിയായിരുന്നു. സോ അന്ന് തൊട്ട് ടാറ്റയുടെ അടുത്ത് ഈ പറയുന്ന പ്രശ്നം പറയുന്നതാണ്. ടിയാഗോയ്ക്കൊക്കെ അത് ഇച്ചിരി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ടിയാഗോയുടെ ലോക്കിംഗ് അസംബ്ലിക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. പക്ഷെ നെക്സോണ് ഇപ്പൊ ഇറങ്ങിയ ഫേസ് ലിഫ്റ്റ് വരെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാത്തിലും ആക്ച്വേറ്ററും അതിന്റെ കവറിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിന് ആദ്യമേ കവറിങ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ കുറെ സംസാരിച്ചതിനൊക്കെ ശേഷം പലരും പലയിടത്തും പെട്ടുപോകും. മീൻസ് ഫാസ്റ്റ് ചാർജിങ് ചിലപ്പോൾ നടക്കൂല, ചിലപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ അതിന്റെ കൂടെ മാനുവലി നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതൊന്നും ഈ മാനുവലി അസിസ്റ്റ് ചെയ്യുന്നതും ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രാക്ടീസ് അല്ല, ഗതികേട് കൊണ്ട് ചെയ്തു പോകുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കുറെ ഓടിച്ചത്. അപ്പൊ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കഴിവതും ഈ പറഞ്ഞ ഇതാണ് മീൻസ് ശരിയാക്കി ക്ലീൻ ആക്കി തരാം എന്ന് പറഞ്ഞ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ അതിന്റെ റീപ്ലേസ് പാർട്ട് വാറണ്ടിക്കകത്ത് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് എല്ലാവർക്കും ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് തന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെയും കൂടെ ഞാനൊരു ട്വീറ്റ് ഇട്ടതേ ഉള്ളൂ അതിനെക്കുറിച്ച്, ഈ ഇഷ്യൂ പറഞ്ഞുകൊണ്ട്. കാര്യം ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇപ്പൊ ഈ മഴ തുടങ്ങിയതിന് ശേഷം വരുന്നുണ്ട് ഈ ഇഷ്യൂ. സോ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും അതായത് ഞാൻ രണ്ട് തവണ ഞാൻ ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്ത് നോക്കേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫാസ്റ്റ് ചാർജറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫാസ്റ്റ് ചാർജറിൽ ചെന്ന് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് ചാർജ് ചെയ്യേണ്ട ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ചാർജിംഗ് പോർട്ടിന്റെ കംപ്ലൈന്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ചാർജിംഗ് പോർട്ടിന്റെ കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം ചാർജ് ചെയ്യാത്ത ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു ലോങ് ഡ്രൈവ് പോയ സമയത്ത് ചില ചാർജിങ് സ്റ്റേഷനിൽ ചില പർട്ടിക്കുലർ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ ഒക്കാത്ത എക്സ്പീരിയൻസും വന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ യാത്ര മൊത്തത്തിൽ അവതാളത്തിലായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇച്ചിരി ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാൻ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് എന്റെ ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, എന്തായാലും അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി പാക്കിന്റെ ആണ്. ബാറ്ററി പാക്ക് 85,000 കിലോമീറ്ററിൽ മാറ്റേണ്ടി വന്നായിരുന്നു. പക്ഷേ റീപ്ലേസ് ചെയ്തായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞ ഒരു സെല്ലിന് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇഷ്യൂ കാണിച്ചത് ആദ്യമേ 11% ലിംബ് മോഡ് വന്നു, ഒരു 10%-ലും 8%-ലും D2N വന്നെന്നാണ് എന്റെ ഓർമ്മ. അതെ, ഡ്രൈവിംഗ് ന്യൂട്രലിലേക്ക് മാറിയിട്ട് HV ക്രിട്ടിക്കൽ. അതെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇഷ്യൂ വന്നപ്പോ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എന്തോ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. വേറെ പണി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഇതും പറഞ്ഞ ഞാൻ കൊടുത്തു. അത് മോട്ടോഴ്സ്. സോ അവര് നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല, ക്ലിയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. സോ നമ്മള് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ നോർമലി സ്ഥിരമായിട്ട് ഈ പറഞ്ഞ 10% താഴെ പോകുന്ന ആളൊന്നും അല്ല. ഞാൻ നോർമലി 20% മുകളിലാണ് നോർമലി എനിക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നത്. എന്റെ ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോൾ, ഡെയിലി ഉള്ള ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോൾ 20-25% കാണും. സോ ആ സമയത്താണ് ഞാൻ ചാർജ് ഇടുന്നത്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഈ പ്രശ്നം മാറിയിട്ടുണ്ടോ. നമ്മളുടെ അടുത്ത് എന്ത് പ്രശ്നം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രശ്നം ആക്ച്വലി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നത് ശരിയല്ല. ബാറ്ററിയുടെ കേസൊക്കെ ആയതുകൊണ്ട് അവർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ പിന്നെ കുറച്ച് സ്ലോ ചാർജിങ് സൈക്കിൾ പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാൽ ഉടനെ ഞാൻ ചെയ്ത് നോക്കാതെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അതേ അവസ്ഥയാണ്. സോ അതേ അവസ്ഥ. നേരത്തെ 11% വന്ന ലിങ്ക് മോഡ് ഇപ്പൊ 12% സോ അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ ഒരു ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് പോവുമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് അവരുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു 20% ആക്കിയിട്ട് വണ്ടി കൊണ്ടുവന്ന് സർവീസ് സെന്ററിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓടിച്ചു നോക്ക്, പ്രശ്നം കണ്ടുപിടിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ ആക്ച്വലി കൂടുതൽ ശതമാനത്തെ അവരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് ഓടിച്ചു നോക്കൽ തന്നെ ഒരു പണിയാണ്. സോ അതുകൊണ്ട് 20%-ലാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തത്. അവരത് ചെക്ക് ചെയ്തിട്ട് അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടുത്ത ദിവസം ടാക്കോ എഞ്ചിനീയറോ മറ്റോ വന്നിട്ട് അത് വെരിഫൈ ചെയ്തതിനു ശേഷം അവര് ബാറ്ററി പാക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് അവരുടെ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മുത്തൂറ്റിൽ നിന്നാണ് ബാറ്ററി പാക്ക് മാറ്റി കിട്ടിയത്. അതിന് പൈസ ഒന്നും ആയില്ല, അത് ഫ്രീ ആയിട്ട്.
അത് ഏതാണ്ട് 3 ദിവസം 4 ദിവസം എന്തോ എടുത്തുള്ളൂ. അത് ആക്ച്വലി അവിടെ വേറെ ഒരു സ്പെയർ ഉണ്ടായിരുന്നുണ്ട്. മുത്തൂറ്റിന്നാണ്. അത് ഞാനല്ല മാറ്റിയത്, അത് അവര് തന്നെ വണ്ടി കൊണ്ടുപോയി മാറ്റിയിട്ട് മുത്തൂറ്റി കൊടുത്ത് അന്ന് തന്നെ പോയി മാറിയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. മറ്റേ സെൽഫ് കണക്ട് ആപ്പിനകത്ത് എന്റെ ഇതൊക്കെ ഉള്ളത് ചോദിക്കാൻ കാര്യം സാറേ വേറൊന്നുമല്ല, പലർക്കും ഒരു മാസം അല്ല ശരിയാണ് 4 ആഴ്ച എടുക്കുന്നു. ശരിയാണ് പറഞ്ഞ സംഗതി ശരിയാണ്. എനിക്ക് അതിന്റെ അകത്ത് ഒരു ഇതായിട്ട് തോന്നിയത്, ട്രിവാൻഡ്രം മോട്ടോഴ്സ് കൊടുത്തു, അവിടെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് അവർ മുത്തൂറ്റ് കൊണ്ടുപോയി മാറി തരിക എന്ന് പറയുമ്പോൾ അവർ വളരെയധികം എഫർട്ട് എടുത്തത്. അതൊക്കെ അത് ഞാൻ സമ്മതിക്കുന്നു. മീൻസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവിടെ ഒരു സ്പെയർ ബാറ്ററി ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ സ്പെയർ ബാറ്ററി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം എന്റെ ഒരു സ്പെയർ പാർട്ട് വരാൻ വേണ്ടി, അതായത് എന്റെ CCS2 പ്ലോട്ടിന്റെ സൈഡിലത്തെ ആ ഒരു ആംഗിള് ദ്രവിച്ചു പോയി. ആ സാധനം ഒരു ചെറിയ മെറ്റൽ പീസാണ്. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CCS പോർട്ടിന്റെ സൈസ് അറിയാലോ, അത്രയും നീളമുള്ള ഒരു മെറ്റൽ പീസാ. ആ മെറ്റൽ പീസ് വരാനായിട്ട് 1 മാസത്തിൽ കൂടുതൽ എടുത്തു ഓർഡർ ചെയ്തതിന് ശേഷം. സോ അതുകൊണ്ട് നമുക്ക് അപ്പൊ ഈ ബാറ്ററിക്ക് എന്തുമാത്രം സമയം എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ ഒക്കില്ല. അതും ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ നിന്ന് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് എനിക്ക് അപ്പൊ മാറ്റി കിട്ടി. ചിലപ്പോ അതേ കേസിൽ മാറ്റി കിട്ടി. എനിക്ക് ഒരു പ്രശ്നം വന്നു. ഞാൻ ആലപ്പുഴയിൽ നിന്ന് അവിടെ കൊണ്ടാ കൊടുത്തത്. ഞാൻ അവിടെ നല്ല വണ്ടി എടുത്തത്. അപ്പൊ ബാറ്ററിക്ക് ഇഷ്യൂ കാണിച്ചപ്പോ എളുപ്പം കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് കൊടുത്തു. എനിക്ക് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ചെയ്തു തന്നവര്. പിന്നെ ഞാൻ അതുപോലെ തന്നെ നെക്സോൺ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഇതുപോലെ 1 വർഷമായിട്ട് ബാറ്ററിയുടെ ഇഷ്യൂ ഉണ്ട്. 2 ഷോറൂമിൽ കാണിച്ചിട്ട് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അത് അങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത്. അത് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ. കാരണം പുള്ളി കൊണ്ട് കൊടുക്കുമ്പോൾ 60% 70%-ത്തിനിടയ്ക്ക് ചാർജ് ഉണ്ട്. അതും മാക്സാ. അവർക്കത് ഓടിച്ച് ഡ്രെയിൻ ചെയ്യിക്കാൻ തന്നെ ആ ഒരു ദിവസം ഫുൾ എടുത്തു. അങ്ങനെ 5-ാം പൊക്കം പുള്ളിക്ക് വണ്ടി കിട്ടിയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത് 1 മാസത്തിനടുത്ത് അല്ലെങ്കിൽ 3 ആഴ്ചക്ക് മുകളിൽ എടുക്കാറുണ്ട് ബാറ്ററി അങ്ങോട്ട് അയച്ച് തിരിച്ചു വരാനുള്ള സമയം. അതൊക്കെ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് കഴിവതും ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഈ വാറന്റിയുടെ കേസിലെല്ലാം ബാറ്ററി പാക്ക് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ റിപ്പയർ ചെയ്ത് വരുന്ന കേസസ് റിപ്പയർ ചെയ്യാൻ ചിലപ്പം പുതിയ ബാറ്ററി കിട്ടും, ചിലവർക്ക് റീഫർബിഷ്ഡ് ബാറ്ററി ആണ്. അതൊക്കെ പക്ഷെ ഈ ഇത് തിരിച്ചിങ്ങോട്ട് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് അയക്കണോ എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങോട്ട് അയക്കണം, എന്തായാലും അയക്കണം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് അവിടെ എത്തിക്കഴിഞ്ഞാലേ മറ്റത് വിടുത്തുള്ളൂ എന്നോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. ട്രിവാൻഡ്രം മോട്ടോഴ്സ് സ്റ്റോക്ക് കാണും ആയിരിക്കും. പക്ഷെ മറ്റുള്ള ഷോറൂമുകളിൽ അവിടുന്ന് വരണം. അപ്പൊ സമയം എടുക്കുന്നോണ്ടാവാം ഈ പറയുന്ന 3 മാസം 3 ആഴ്ച 4 ആഴ്ച ഒക്കെ. ഓക്കെ, പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് വാറന്റിക്കകത്തുള്ള എന്ത് കേസ് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനൊക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അവരുടെ അടുത്ത് 1-2 ദിവസത്തിൽ കൂടുതൽ എടുക്കുമെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ പറയുക, നിങ്ങൾ എനിക്കൊരു EV ലോണർ കാർ തരണമെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയുക. ഓക്കെ, EV ലോണർ കാർ തരാനില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി അലവൻസ് തരാൻ പറയുക. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1000-1200 രൂപ അങ്ങനെ എന്തോ ആണ് പെർ ഡേ വരുന്നത്. അത് അവെയർ അല്ല എന്നുള്ളത്. അത് മാത്രമല്ല, എനിക്ക് ഇതുവരെ ഈ ഒരു 3-3.5 വർഷത്തിനുള്ളിലുള്ള ഒരു സംഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കഴിവതും ഫോളോ അപ്പ് ചെയ്യണം. വേറെ ആരും നമുക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് വരുന്നത് മീൻസ് അവരെയും സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ നോക്കൂല. അവർക്ക് ഓരോ ദിവസവും ഇഷ്ടം പോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക സർവീസിനായിട്ട്. സോ അതുകൊണ്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അവരെ 1 ദിവസം 2 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1 ദിവസമോ ഇടവിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ഇതിനകത്തൊരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമ്മൾ കൊടുത്തു ഇനി അവർ ശരിയാക്കി തരും, അവര് തിങ്കളാഴ്ച കൊടുത്തു, അവർ പറഞ്ഞു വെള്ളിയാഴ്ച തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരമോ ചെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി കിട്ടണമെന്നില്ല. അതിന് പകരം തിങ്കളാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച കൊടുത്ത് പണി നടക്കുന്നുണ്ടോ, ബുധനാഴ്ച വൈകുന്നേരം വിളിച്ച വെള്ളിയാഴ്ച തന്നെ കിട്ടുമല്ലോ അല്ലേ എന്നൊക്കെ ഉള്ളതൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് ഏത് സർവീസ് സെന്റർ ആണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് സർവീസ് പീരീഡ് അല്ല, നമ്മുടെ വാറണ്ടി പീരീഡിലാണെങ്കിൽ നമുക്ക് ബോധേഡാവണ്ട ബാറ്ററിയുടെ പ്രശ്നത്തെ കുറിച്ച്. കാരണം ബാറ്ററിക്ക് ഇപ്പൊ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഞാൻ ടിയാഗോടെയാണ് പറഞ്ഞത്. നെക്സോൺ എന്ത് റേറ്റ് വരുന്നുണ്ടോ പുതിയ ബാറ്ററിക്ക്? നെക്സോണിന്റെ 30 kWh ബാറ്ററിക്ക് എന്റെ അടുത്ത് പറഞ്ഞത് 6.85 ലക്ഷം രൂപ മറ്റാണ്. ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വാറണ്ടി പീരീഡിലാണെങ്കിൽ നമുക്കത് മാറി കിട്ടും. പോട്ടെ, ഇനി ഇച്ചിരി ഡിലേ വന്നാലും 2 ആഴ്ച 3 ആഴ്ച എടുത്താലും മാറി കിട്ടും. പക്ഷെ സാറിന്റെ ഇപ്പം വാറണ്ടി പീരീഡ് കഴിഞ്ഞു അല്ലേ? ഇനി ഒരു വിഷയം വന്നാൽ ഈ 6 ലക്ഷം രൂപ
മുടക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ആക്ച്വലി അത് ഈ ഒരൊറ്റ ഉത്തരവായിട്ട് പറയാനൊക്കുന്ന സംഗതിയല്ല. അതായത് നമ്മളെ ബാറ്ററി പാക്കിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു അസസ്മെന്റ് നടത്തുന്നത്? നമുക്ക് ആക്ച്വലി ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ നമ്മളുടെ അടുത്ത് തരുന്ന ഇൻഫർമേഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ബാറ്ററി ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഇതിനകത്ത് ആകപ്പാടെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ LFPയുടെ ബാറ്ററി പാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്ന അയോൺ അല്ല, ലിഥിയം അയൺ ബാറ്ററീസ് ആണ് ഇതെല്ലാം. പക്ഷെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ പറയുന്ന LFP ബാറ്ററി. ഈ പറയുന്ന നോർമലി ലിഥിയം അയൺ ബാറ്ററീസ് കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് NMC നിക്കൽ മാംഗനീസ് കോബാൾട്ടും പിന്നെ ഈ പറയുന്ന LFP ആണ്, ലിഥിയം അയൺ ഫോസ്ഫേറ്റും ആണ്. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി സേഫർ ആണ് LFP. അതുകൂടാതെ റിലേറ്റീവ്ലി ചാർജിങ് ലൈഫ് സൈക്കിളും ലൈഫ് കൂടുതലും ഉണ്ട് LFP ബാറ്ററി പാക്ക്. പക്ഷേ NMC ബാറ്ററിയാണ് ആക്ച്വലി സുപ്പീരിയർ പെർഫോമൻസ്. കാരണം പവർ ഔട്ട്പുട്ടും കൂടുതൽ കിട്ടും, അതേപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ട് ചാർജ് ചെയ്യാനും ഒക്കെ വെക്കും. സോ അതുകൊണ്ട് NMC ആണ് വില കൂടുതലെല്ലാം വരുന്ന NMC ആണ്. പിന്നെ അതായത് കോബാൾട്ട് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് റെയർ എലമെന്റ്സ് ഇച്ചിരി കൂടുതൽ അതിനകത്ത് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഇതെല്ലാം റിലേറ്റീവ് ആണ്. ഈ പറഞ്ഞ പോലെ LFP സേഫർ ആണ് എന്ന് പറയുമ്പോൾ LFP എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ് ആയ ബാറ്ററി എന്നല്ല, NMC അപേക്ഷിച്ച് ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടെ സേഫർ ആണ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഈ LFP എന്നുള്ള കേസ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത്. സോ LFP എന്ന് പറയുമ്പോൾ സേഫർ ആണെന്നുള്ള ഒരു മെയിൻ പോയിന്റ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ലൈഫ് സൈക്കിളാണ്. നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം LFPക്ക് നോർമലി 3000 to 10,000 ലൈഫ് സൈക്കിളാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും പറയുന്നത്. ഓക്കെ, ടാറ്റയുടെ അടുത്ത് അന്ന് ചോദിച്ചിട്ടുള്ളപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ മെയിൽ വെക്കണമെന്ന് നമുക്ക് അത്ര ഐഡിയ ഇല്ലായിരുന്നു വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ്. പക്ഷെ അന്ന് ഓറലി ചോദിച്ചിട്ടുള്ളപ്പോഴൊന്നും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഇപ്പോഴും ഒഫീഷ്യലി ഞാൻ മെയിൽ ചോദിച്ചപ്പോൾ അതിനകത്ത് റിപ്ലൈ ഒന്നും പറഞ്ഞിട്ടില്ല എന്തുമാത്രം ചാർജിങ് സൈക്കിൾ കിട്ടുമെന്നുള്ളത്. സോ ചാർജിങ് സൈക്കിൾ കിട്ടുന്നതിന്റെ കേസ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഒരു 3000 എന്നുള്ളത് പോട്ടെ, ഒരു 2500 സൈക്കിൾ കൂട്ടുക. ടാറ്റ പറയുന്നത്, ഞാൻ വണ്ടി എടുത്ത സമയത്ത് 300 ഏറെ ആയിരുന്നു പറഞ്ഞിരുന്നത്, അതിനൊരു 250 കൂട്ടുക. 250 ആണ് ഞാൻ ആക്ച്വലി വണ്ടി എടുത്തപ്പോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് ഈ പറഞ്ഞ ഒരുപാട് ഓണർ റിവ്യൂ ഒന്നുമില്ല, ഒരു 200-230 ഒക്കെ ആ സമയത്ത് പ്ലാൻ ചെയ്യാമായിരുന്നു. പിന്നെ നല്ലപോലെ ഓടിക്കുകയാണെങ്കിൽ 250 മുകളിലൊക്കെ കിട്ടുമായിരുന്നു തുടക്കത്തില്. ഇപ്പൊ ഒരു 200 പ്ലാൻ ചെയ്യാം, അത്രയുമേ ഉള്ളൂ. 200 പ്ലാൻ ചെയ്യാം. പിന്നെ ഇത് എന്തുമാത്രം ഡീഗ്രഡേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോ പറയാൻ ഒക്കത്തില്ല. കാര്യം അത് ആക്ച്വലി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഉള്ള ഒരു റൂട്ട് വേണം. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഓടുന്ന ഒരു റൂട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 50% കൂടുതൽ ഡിസ്ചാർജ് വരുന്നുണ്ട്, ട്രാഫിക് ഇല്ലാത്ത തൊട്ടാണെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് പറയാം ആദ്യമേ ഇത്ര ശതമാനം എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര ശതമാനം എടുക്കുന്നു. പക്ഷെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷമാണ് ഈ റോഡ് പണിയെല്ലാം വന്നത്. അതുകൊണ്ട് SOH സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട് SOH. അതിനകത്ത് പറയുന്നത് പ്രകാരം ഏതാണ്ട് 11-12% ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 230 ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന അതിന്റെ 12% കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവര് പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും ചിലപ്പോൾ കൂടുതലായിരിക്കും, മേ ബി 15-18% വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം, എനിക്കറിയത്തില്ല. അത് ഈ പറഞ്ഞ പോലെ എക്സാക്ട്ലി അറിയണമെന്നുണ്ടെങ്കിൽ ആയിരിക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് കണക്കൂട്ടി നോക്കിയാലേ പറയാൻ പറ്റൂ, എനിക്ക് മനക്കണക്ക് അത്ര ഇതില്ല. സോ എന്തായാലും ശരി തന്നെ. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ പറഞ്ഞു വന്ന കേസ്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന ലൈഫ് സൈക്കിൾ. സോ ഓക്കെ, എന്തായാലും സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കേസാണ്. സോ ബാറ്ററിക്കകത്ത് ഈ 3000 സൈക്കിൾ അല്ലെങ്കിൽ 2500 സൈക്കിളിനകത്ത് 300 കിലോമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 6 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയ്ക്ക് ഒരു ലൈഫ് കിട്ടണം. അതായത് 2000 സൈക്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 6 ലക്ഷം കിലോമീറ്റർ കിട്ടണം.
അല്ലേ? 2000 സൈക്കിളും 300 കിലോമീറ്ററും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം സൈക്കിൾ കിട്ടണം. ഈ 300ന്റെ കണക്ക് എനിക്ക് മനസ്സിലായി. ഒറ്റ ചാർജിങ് സൈക്കിൾ ഒരു 200 പ്രതീക്ഷിച്ചാൽ പോലെ. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് 250 ആണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, സോ 250 കിലോമീറ്റർ വെച്ചിട്ട് നമ്മള് 2500 സൈക്കിൾ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 6,25,000 കിലോമീറ്റർ. 6 ലക്ഷം. 6 ലക്ഷം കറക്റ്റ് ആണോ? 6 ലക്ഷം 250 ഓക്കെ, 6 ലക്ഷം കിലോമീറ്റർ വരും. സോ 6 ലക്ഷം കിലോമീറ്റർ കിട്ടേണ്ടതാണ്. അത് നമ്മൾ വണ്ടി എടുത്തപ്പോഴുള്ള നമ്മുടെ ഇൻഫർമേഷൻ. അതാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉള്ള ആ ഉദ്ദേശം. പക്ഷെ ഇപ്പോഴത്തെ കാര്യം നോക്കുക, എനിക്ക് ആക്ച്വലി ഒരു 200 കിട്ടുന്നു എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുക. അങ്ങനെ ആണെങ്കിൽ പോലും 4 ലക്ഷത്തിന് 4 ലക്ഷം കിലോമീറ്റർ 4 ലക്ഷത്തിന് 2000 സൈക്കിൾ കൂട്ടിയാൽ പോലും 4 ലക്ഷം കിലോമീറ്റർ കിട്ടണ്ടേ? സോ ഈ 4 ലക്ഷം കിലോമീറ്റർ കിട്ടുന്ന ഒരു ബാറ്ററിക്ക് വേണ്ടിയിട്ട് 5-6 ലക്ഷം രൂപ മുടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് 1 രൂപയ്ക്ക് അടുത്തേ വരുന്നുള്ളൂ. 1.5, അതായത് നമ്മൾ റണ്ണിങ് കോസ്റ്റ് ഏതാണ്ട് 1.5 ഇത് വരുന്നുണ്ട്. ഇതിനും 1.5 കൂട്ടിയാൽ പോലും വലിയ നഷ്ടമില്ല. പക്ഷെ നമ്മളുടെ കേസിൽ എങ്ങനെയാണ് സംഗതി വരുന്നത്? നമ്മളുടെ കേസിൽ എന്ന് പറയുന്നത്, എനിക്ക് ആദ്യമേ 85,000 ബാറ്ററി മാറ്റിയപ്പോ എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. കാരണം അപ്പൊ ഒരുപാട് ആൾക്കാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ, അതിന്റെ അത് 1-2 സെല്ലിനെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സെല്ല് അവർക്ക് മാറി തരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പുതിയ ബാറ്ററി അവർ തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പുതിയ ബാറ്ററി തരേണ്ട ആവശ്യം അവരുടെ കൺവീനിയൻസിന് ചെയ്തായിരിക്കും. അല്ല, ഈ വാറന്റി പീരീഡ് മാറ്റുന്ന അവരുടെ കൺവീനിയൻസിനും അതേപോലെ നമുക്ക് ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ഓണർ കാർ നമ്മളുടെ ഒരു ഔട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ ഫുൾ ആയിട്ട് മാറേണ്ടി വരുന്നില്ലല്ലോ. ഫ്യൂച്ചറിൽ കംപ്ലൈന്റ് ആയിട്ടുള്ള പോർഷൻ മാറിയാൽ പോലെ. ഓക്കെ, അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ 85,000 കിലോമീറ്റർ എനിക്ക് കിട്ടിയത് ഒരു റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആണ്. സോ ആ റീഫർബിഷ്ഡ് ബാറ്ററി പാക്കിനകത്ത് ബാറ്ററി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ലൈഫ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, കാരണം ഈ കുറച്ചാൾ മുമ്പ് ഞാൻ ഏതാണ്ട് 10% അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ അതിന്റെ അർത്ഥം റീഫർബിഷ് ചെയ്താലും, അതായത് ഒരു സെല്ലിന് പ്രശ്നം ഉണ്ടായിട്ട് സെല്ല് മാറ്റിയിട്ടാലും ഞാൻ വിചാരിച്ചില്ല ഇത്രയധികം കിലോമീറ്റർ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഏതാണ്ട് 85,000 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. പക്ഷെ 85,000 എന്ന് പറയുന്നത് 4 ലക്ഷത്തിന്റെ സ്ഥാനത്താണ് എന്നുള്ളത് ഓർക്കണം. അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഓക്കെ, സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ ബാറ്ററി പാക്ക് റിപ്പയർ ചെയ്യുന്ന ടീംസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ കേരളത്തിൽ അങ്ങനെയുള്ള ടീംസ് മീൻസ് ടാറ്റയുടെ പ്ലാന്റ് ഒന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ പൂനെ കൊണ്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അതല്ലാതെ ഇവിടെ സോ അതിന്റെ കോസ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് പാക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഇൻസ്പെക്ഷനും കൂടെ, അതായത് ബേസിക് ഇൻസ്പെക്ഷനും കൂടെ ചേർത്തിട്ടുള്ള കോസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 65,000 to 70,000 രൂപയാണ്. 70,000 രൂപയ്ക്ക് റിപ്പയർ ചെയ്ത് കിട്ടുമെന്നല്ല, പാക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഇൻസ്പെക്ഷൻ കോസ്റ്റ് മാത്രം. സോ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളതിനനുസരിച്ചിരിക്കും ബാക്കി. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം വലിയൊരു എമൗണ്ട് അങ്ങ് മാറും. അതെ, ട്രാൻസ്പോർട്ടേഷനും പാക്കിങ്ങും ഇൻസ്പെക്ഷനും ആയിട്ട് ഒരു എമൗണ്ട് മാറും. അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റിങ്ങും സംഗതികളും എല്ലാം അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് 1.5 ലക്ഷം രൂപ നിൽക്കുമായിരിക്കും. രൂപ നിൽക്കേണ്ടതാണ്. കംപ്ലൈന്റ് അനുസരിച്ച് വേരി. എന്റെ ചോദ്യം ഇതാണ്, നല്ല രീതിയിൽ ഇപ്പം എസ്പെഷ്യലി കേരളം എടുത്താൽ നല്ല രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ EV ഇറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് ആയിരിക്കാം. ഞാൻ അതധികം ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഒതന്റിക് അല്ല, കിട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ്, ശരിയാണെന്ന് അറിയില്ല. അപ്പോൾ അതിൽ എസ്പെഷ്യലി തിരുവനന്തപുരം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പം പലരെയും ഇപ്പൊ സാറിന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞു. 8 വർഷം എന്നുള്ള ആസ്പെക്റ്റിലല്ല, 1,60,000 കിലോമീറ്റർ എക്സീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം വാഹനങ്ങൾ ഉണ്ടാവാമെന്ന് കരുതുന്നു. ഒത്തിരി ഇല്ലെങ്കിലും വെളിയിൽ എണ്ണാവുന്ന വാഹനങ്ങൾ. അപ്പൊ ഇനിയും 1 വർഷം കൂടി കഴിയുമ്പോൾ അത് ആദ്യം നല്ല ഓട്ടോ ഉള്ളവര് ആദ്യം എടുത്ത നെക്സോൺ EV-കാരെല്ലാം 1,60,000 കഴിയാം. അപ്പോൾ ടാറ്റ ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് തരേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതിനകത്ത് ആദ്യത്തെ കാര്യം മീൻസ് അവരിവിടെ പ്ലാന്റ് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അത് അവരുടെ ഡിസ്ക്രിപ്ഷനിലുള്ള സംഗതിയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സ്പ്ലിറ്റ് ഞാൻ പറഞ്ഞ 65,000 70,000 സ്പ്ലിറ്റ് അപ്പ് അവരെനിക്ക് തന്നിട്ടില്ല.
എത്ര രൂപയാണ് ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷന് വരുന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. പാക്കിംഗ് ഇൻസ്പെക്ഷനും എന്തായാലും വേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ എത്ര രൂപയാണെന്നുള്ള അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം മേജർ ചങ്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ എനിക്കിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ വണ്ടി എടുത്തത് ട്രിവാൻഡ്രത്തു നിന്നാണ്, ഡെറിക് മോട്ടോഴ്സിൽ നിന്നാണ് വണ്ടി എടുത്തത്. EVക്ക് സർവീസിങ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. എന്നിട്ട് എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഒരു പാർട്ട് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സർവീസ് സെന്റർ ഇവിടെ ഇല്ല എന്നുള്ളതിന് ഞാൻ എന്തിനാണ് പേ ചെയ്യേണ്ടി വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഞാൻ എന്റെ വണ്ടി എടുത്തു, എന്റെ സർവീസ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് ഞാൻ അത് തന്നെ. അതായത് അവരിവിടെ ഇപ്പം അതിന്റെ ഒരു ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് റിപ്ലൈ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രമേ ഒരു റിപ്ലൈ തന്നുള്ളൂ, അല്ല അതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചതാണ്, അവരിവിടെ തന്നെ ബാറ്ററി ശരിയാക്കി തരുന്ന ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് കൊണ്ടുവരുമായിരിക്കും. അതിന്റെ കോസ്റ്റും കൂടി കസ്റ്റമറുടെ തലയിൽ വെച്ച് തരുന്നത് നീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒഴിവാക്കി ഇവിടെ തന്നെ നന്നാക്കി കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ 50,000-നും 1,00,000-നും ഇടയ്ക്ക് ഒരു വർഷം ബാറ്ററി നന്നാക്കി കിട്ടിയേക്കാം. കാരണം ഇതിന് ഫുൾ സെല്ല് പോകത്തില്ലല്ലോ. ഇല്ല, ഫുൾ സെല്ല് പോകുന്ന 6 ലക്ഷം കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നത് ഫുൾ സെല്ലില അല്ലേ. അപ്പൊ അത് മൊത്തം ഡീഗ്രേഡ് ചെയ്ത് പോകാൻ ഒരു വർഷങ്ങൾ എടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വരുന്ന കംപ്ലൈന്റുകൾ ഇവിടെ തന്നെ ശരിയാക്കി കിട്ടിയാൽ നമുക്കത് എന്താ പറയുക, എക്കോണമിക്കലി ഫ്രണ്ട്ലി ആവുന്ന രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതിന്റെ ലൈഫ് കുറച്ചും കൂടി നമുക്ക് എന്താണ് വണ്ടി കുറച്ചും കൂടി നമുക്ക് കാലം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ടാറ്റയാണ്. എങ്കിൽ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആൾക്കാർ ഈ വാഹനം കൂടുതൽ എടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ എക്സ്റ്റൻഡ് വാറണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുമെന്ന്. എക്സ്റ്റൻഡ് വാറണ്ടിയും ഇഷ്യൂവിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇഷ്യൂവിനകത്ത് ഒരു സംഗതിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പോഴാണ് അതിനകത്ത് ഈ പറഞ്ഞ ബാറ്ററിയും എല്ലാം വന്നു. പിന്നെ അത് കൂടാതെ ഇപ്പൊ എന്റെ ബാറ്ററി പാക്കിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. പിന്നെ എറർ ഇതുവരെയും കാണിച്ചില്ല, പക്ഷെ എങ്കിലും ആ ഒരു പ്രശ്നം, അത് കാരണമാണ് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനൊത്തത്. വാറണ്ടി കഴിഞ്ഞതിന് ശേഷം എന്റെ ബാറ്ററിക്കകത്ത് വെള്ളം കയറിയ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ്, വെള്ളം കയറിയെന്നാണ് അവര് പറയുന്നത്. ഞാൻ വെള്ളക്കെട്ടിലൂടെ ഒന്നും ഓടിച്ചിട്ടില്ല, അതേപോലെ തന്നെ അധികം മീൻസ് അണ്ടർ ബോഡിയോ അങ്ങനെയൊന്നും കഴുകുന്ന കൂട്ടത്തിലും അല്ല. സോ അതുകൊണ്ട് വെള്ളം കയറാനുള്ള സാധ്യതയൊന്നുമില്ല. സോ എന്നിട്ടും വണ്ടിക്കകത്ത് ബാറ്ററി പാക്കിനകത്ത് മോയ്സ്ചർ ഉണ്ടെന്നുള്ളതാണ് അവര് പറഞ്ഞ ഇൻഫർമേഷൻ. IP67 റേറ്റഡ് ബാറ്ററി പാക്കിനകത്ത് എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ IP67 ഈ വാറണ്ടിക്കകത്ത് പറയേണ്ട ഒരു സംഗതി അല്ല. IP67 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ആണ്. സോ അതിനകത്ത് ടെസ്റ്റ് ചെയ്തേക്കുന്ന സാധനത്തിന് ഇത്ര വർഷം വരെ ഒരു ഗ്യാരണ്ടി ഉള്ളൂ എന്നുള്ളതൊന്നും ഒരിടത്തും പറഞ്ഞു കണ്ടിട്ടില്ല. സോ സാധാരണ IP67 റേറ്റിംഗ് ഉള്ള എല്ലാ സാധനത്തിനും അത് സീലിംഗ് ആ രീതിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെ വരേണ്ടതാണ്. ഞാനൊരു കാര്യം, റീഫർബിഷ്ഡ് ബാറ്ററി ആണല്ലോ. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാച്ച് തന്നെ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വാങ്ങിയെന്ന് വിചാരിച്ചു, അതിന്റെ അകത്ത് ഈർപ്പം വരും. അത് പ്രോപ്പറായിട്ട് വാട്ടർ റെസിസ്റ്റന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത വാട്ടർ റെസിസ്റ്റന്റ്. ഓക്കെ, ദെൻ അതൊരിക്കൽ തുറന്ന് റിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ട് അത് വെള്ളം കയറും. അല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ തുറന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കുമ്പോൾ അതിനകത്ത് റീഫർബിഷ് മീൻസ് ഇത് ചെയ്യണം. IP67 സീൽ ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. വെള്ളം കയറുന്നത് അതെനിക്ക് അറിയൂല. ഞാൻ അവരുടെ അടുത്ത് മെയിൽ വഴി ചോദിച്ചപ്പോൾ അവർ റിപ്ലൈ ചെയ്തത് റീഫർബിഷ്ഡ് ബാറ്ററീസ് എല്ലാം IP67 ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വിടുന്നതെന്ന് അവർ പറഞ്ഞു. ചോദ്യം അതല്ല, ഇത് റീഫർബിഷ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇവർ അഴിച്ചത് റിപ്പയർ ചെയ്തല്ലോ. അപ്പൊ തിരിച്ചത് റീഫിറ്റ് ചെയ്തപ്പം പ്രോപ്പറായിട്ട് ചെയ്യാത്തോണ്ടാവാം കയറുന്നത്. ആവാം, അതെനിക്ക് അറിയത്തില്ല. ആ ഒരു ചോദ്യം വെച്ച് തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് മെയിൽ അയച്ചത്. മെയിൽ അയച്ചപ്പോൾ അവരതിന് എനിക്ക് റിപ്ലൈ തന്നത് ഈ സംഗതി അങ്ങനെ പറയാനൊക്കൂല, നമ്മളെല്ലാ ബാറ്ററീസും IP67 ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വിടുന്നതെന്ന് അവർ പറയുന്നത്. പിന്നെ എങ്ങനെ കയറിയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്റെ ബാറ്ററി ഇപ്പൊ രണ്ടാമത് IP67 സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1.5 വർഷം 2 വർഷത്തിൽ താഴെ ആവുന്നുള്ളൂ. സോ ഈ 2 വർഷത്തിനകത്ത് വെച്ച് ഈ സീലിങ്ങിന് പിന്നൊന്നും പറ്റേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇതാണ് മറ്റേ വെള്ളം കയറിയതിന്റെ ഇഷ്യൂ. പിന്നെ അതിന്റെ കാര്യത്തിൽ പിന്നെ ഇതുവരെ ഞാൻ ഒരു സ്റ്റാൻഡ് ഒന്നും എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയത്ത് റോഡിലൂടെ പോകുമ്പോൾ എന്തായാലും വെള്ളം ഫ്ലാഷ് ചെയ്ത് കയറും. പക്ഷെ അങ്ങനെയൊന്നും കയറാൻ പാടില്ല. പക്ഷെ അങ്ങനെ ആവാം.
മേ ബി ആയിരിക്കാം. കാരണം ഒത്തിരി പേർക്ക് ഇപ്പം ഈ പറയുന്ന വെള്ളം കയറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അവരാരും വെള്ളത്തിലൂടെ ഓടിച്ചിട്ടും അല്ല. ഒരു വർഷം ഈ IP67 പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തോണ്ടാവാം. ഓക്കെ, അപ്പം അത് ഒരു കാര്യം. ഓക്കെ, ഇനി ഞാൻ ചോദിച്ച സർവീസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. മറ്റൊന്ന് ഞാൻ ചോദിച്ച സർവീസ് ഇഷ്യൂ മീൻസ് ചെല്ലുമ്പോൾ പ്രോപ്പർ ആയിട്ട് പ്രശ്നം കണ്ടെത്തുന്നില്ല, ടൈം ബൗണ്ട് ആയിട്ട് അത് ക്ലിയർ ചെയ്ത് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള സംഗതിയുണ്ട്. ഈ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ടല്ല, അതല്ലാതെ തന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സർവീസ് സെന്ററിനെ പിടിച്ച് പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് എക്സ്പീരിയൻസ്. ഞാൻ എന്റെ വണ്ടി വാങ്ങിച്ചത് ഡെറിക്കിന്നാണെങ്കിലും എന്റെ ഒരു 90-95% സർവീസും ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ നിന്നാണ്. കാരണം എനിക്ക് അതാണ് കൂടുതൽ ആക്സസബിൾ എന്നുള്ളത്, എന്റെ ഓഫീസിനടുത്താണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ആ ഒരു ബെനിഫിറ്റ് ഇതുള്ളത് കൊണ്ട് ഞാൻ രാവിലെ വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവിടെ കൊടുത്തിട്ട് വൈകുന്നേരം വന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ വലിയ നോർമൽ സർവീസിന്റെ കേസിലൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. പക്ഷെ പല കേസസിലും നമുക്ക് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ 3 വർഷത്തിനിടയ്ക്ക് എനിക്ക് ടോട്ടലി ഏതാണ്ട് 20 തവണയാണ് എനിക്ക് സർവീസ് സെന്റർ നോർമലി ആസ് പെർ യൂഷ്വൽ സർവീസ് വെച്ചിട്ട് 20 തവണയോളമാണ് എനിക്ക് സർവീസ് സെന്റർ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. എനിക്ക് മൊത്തത്തിൽ ഏതാണ്ട് 60 തവണയുടെ അടുത്ത് സർവീസ് സെന്റർ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതൊരു വലിയ ഇഷ്യൂ ആണ്. മീൻസ് പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ സർവീസിന്റെ പ്രശ്നമാണോ വണ്ടിയുടെ പ്രശ്നം കൊണ്ടാണോ? അത് വണ്ടിയുടെ പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് സർവീസിന് പോകേണ്ടി വരത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ സർവീസിന്റെ 90% പ്രശ്നങ്ങൾ അവര് റെക്ടിഫൈ ചെയ്ത് തന്നിട്ടില്ലേ? ഓക്കെ, പ്രശ്നങ്ങൾ ആയിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരു 70-80% റെക്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ റെക്ടിഫൈ ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയമാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവാൻ പറ്റിയ സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. 2 എക്സ്പീരിയൻസ് പറയാം. എന്റെ ഈ സ്റ്റിയറിംഗിന്റെ ഇവിടെയുള്ള ഈ ഒരു കവർ ഉണ്ടല്ലോ, ഈ കവർ ലൂസ് ആയിരുന്നു. ഞാൻ ഒരു സർവീസിന് വന്നപ്പോ ഇത് ലൂസ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അവര് ടൈറ്റ് ചെയ്ത് തന്നു. തിരിച്ച് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നതിനിടയ്ക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ചെടുത്തിട്ട് വന്നിട്ട് കുറച്ച് അങ്ങോട്ട് ഓടിയപ്പോ തന്നെ റൈറ്റ് സൈഡിലെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അത് 5 മിനിറ്റിനുള്ളിൽ ശരിയാക്കി തന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ ഒക്കുന്ന സംഗതിക്ക് വേണ്ടി എനിക്ക് 2 ദിവസം എക്സ്ട്രാ പോകേണ്ടി വന്നു. ഓക്കെ, അതാണ് ഒരു സിറ്റുവേഷൻ. പിന്നെ ഹെഡ്ലൈറ്റിന്റെ കാര്യം. ഹെഡ്ലൈറ്റ് ആക്ച്വലി കത്തി കിടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലാഷ് അടിച്ചതിന് ശേഷം നോക്കുമ്പോ ചില സമയത്ത് ഇത് റിട്ടേൺ പോകും, ലിവർ റിട്ടേൺ പോകും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഹെഡ്ലൈറ്റ് കത്തി കിടക്കും. അത് വണ്ടി ഓഫ് ചെയ്താലും പോവില്ല. സോ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്താലും ഈ ലൈറ്റ് കത്തി കിടക്കും. സോ ബാറ്ററി ഡ്രെയിൻ ആയി പോകും, ലോ വോൾട്ടേജ് ബാറ്ററി ഡ്രെയിൻ ആയി പോകും. സോ ആ ഒരു ഇഷ്യൂ കാരണം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നുള്ളതിന്റെ വീഡിയോ എടുത്ത് കാണിച്ച് ഞാൻ 2 സർവീസിന് ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞു അത് റിക്രിയേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 3-4 മാസം ഞാൻ വിട്ടു. കാരണം സ്ഥിരമായിട്ട് വരുന്നില്ല, ഇടയ്ക്കേ വരുന്നുള്ളൂ. രാത്രി വരുമ്പോഴേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും ഒക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് രാവിലെ ഇത് കത്തിക്കിടക്കുന്നത് സിമ്പിളും കൂടെ കണ്ട് എനിക്ക് മനസ്സിലായി. സോ മനസ്സിലായപ്പോ പിന്നെ ഞാൻ ഈ ലിവറിനകത്ത് തൊട്ടില്ല. ചിലപ്പോ ഒരു 5-6 പ്രാവശ്യം ലിവർ അടിക്കുമ്പോൾ പോവും, ചിലപ്പോ ഫ്യൂസ് ഊരിയാലേ പോകത്തുള്ളൂ. സോ അങ്ങനെയൊക്കെയാണ്. സോ അപ്പോ ഞാൻ ഈ ഇഷ്യൂ വന്ന സമയത്ത് നേരെ സർവീസ് സെന്ററിലോട്ട് ഓടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്തില്ല, വണ്ടി ഓഫ് ചെയ്യാതെ അവിടെ ഇട്ടു. അപ്പൊ അവര് വന്ന് നോക്കിയതിന് ശേഷം ലിവറൊക്കെ ചെക്ക് ചെയ്തിട്ട് ലിവർ 2-3 പ്രാവശ്യം അടിച്ചപ്പോഴത്തേക്കും പോയി. സോ അവരത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് തരുമെന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എങ്കിലും അവർ നോക്കിയിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ സർവീസ് സെന്റർ ഇഷ്യൂ കണ്ടല്ലോ, സോ അതുകൊണ്ട് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാം. സോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തു കൊടുത്താൽ അവർക്ക് വിശ്വാസമായില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. അതായത് അവരിവിടെ ഈ സാധനം ഇത് കത്തി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെക്ക് ചെയ്തതിന് ശേഷം ഈ സാധനം പ്രശ്നമുണ്ട്, ഇന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതല്ലാതെ അവര് നമ്മളുടെ അടുത്ത് ഈ ഒരു ഇഷ്യൂ അവരുടെ അടുത്ത് കൊണ്ടുവരുമ്പോഴും അവർ 2 പ്രാവശ്യം ഇത് അടിച്ചിട്ട് ഈ സാധനം പോയി കഴിയുമ്പോൾ ഇത് നമ്മളെ സർവീസ് സെന്റർ വെച്ച് പ്രശ്നം റീക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഒരു വീഡിയോ പോലും ആ സമയത്ത് എടുത്തിട്ടില്ല. എന്നിട്ട് ഈ പറഞ്ഞ സംഗതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നതിന് വിശ്വാസമില്ല, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തിട്ട് പോലും വിശ്വാസമില്ല എന്നല്ലേ പറയാനൊക്കത്തുള്ളൂ. സോ അതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. ഈ ലോ വോൾട്ടേജ് ഇതിന്റെ കേസൊക്കെ എന്ന് പറയുന്ന EVക്ക് മാത്രമായിട്ടുള്ള സംഗതിയല്ല,
എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, സോ അത് പോട്ടെ, എങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ആ സംഗതി. പിന്നെ ഇതിന്റെ കേസ് ചോദിച്ചത് കൊണ്ട് ഒരു കാര്യവും കൂടെ പറയാം. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ തോന്നിയിട്ടുള്ളത് ഹൈ വോൾട്ടേജ് ബാറ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ EV ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ കൺസേൺ തോന്നിയിട്ടുള്ളത് പല എറേഴ്സും പ്രോപ്പറായിട്ട് ലോഗ് ചെയ്യുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ ബാറ്ററിയുടെ ലോ വോൾട്ടേജ് ചെല്ലുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പലർക്കും. ഓക്കെ, സോ അപ്പൊ അത് ഈ സർവീസ് സെന്ററിൽ പോകുമ്പോൾ അത് ആക്ച്വലി ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ അലേർട്ടൊക്കെ നമുക്ക് കാണിച്ചിട്ടാണ് ഈ സാധനം വരുന്നത്. സോ അങ്ങനെ പ്രശ്നം വന്നതിന് ശേഷം നമ്മൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ ആക്ച്വലി നേരത്തെ ഇങ്ങനെ ഒരു എറർ വന്നിരുന്നു, ഇന്നതാണ് പ്രശ്നം എന്നുള്ള അവർക്ക് നോക്കി കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടതാണ്. അതല്ല അവർ വീണ്ടും ഓടിച്ചു നോക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. അത് സർവീസ് സെന്ററിനും ഓവർഹെഡ് ആണ്, കസ്റ്റമറിനും ഓവർഹെഡ് ആണ്. സോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ലോഗ് ചെയ്തിട്ട് ആ സാധനം നമുക്ക് റിവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് ലോഗ് ചെയ്തിട്ട് അവിടെ സർവീസ് സെന്ററിൽ ചെല്ലുന്ന സമയത്ത് അവരത് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തരികയാണ് നമ്മളുടെ അടുത്ത് വേണ്ടത്. പക്ഷെ ആ ഒരു സംഗതി ഇവിടെ നടക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. സോ ആ എറർ ലോഗിങ് മെക്കാനിസം അതല്ല എന്നുണ്ടെങ്കിൽ ആ എറർ കാണിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഹൈ വോൾട്ടേജ് എററിന്റെ ഒരു സിമ്പൽ ഉണ്ടല്ലോ, ആ സിമ്പൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോ എന്തെങ്കിലും അതിന്റെ എറർ കോഡ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ യൂസറിന് അപ്പൊ അത് ഫോട്ടോയോ വീഡിയോയോ എടുത്ത് വെക്കാൻ ഒക്കും. ആ എറർ കോഡ് വെച്ചിട്ട് അവർക്ക് ചെക്ക് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവർക്ക് എടുക്കാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊ ടിയാഗോയുടെ കേസിലാണെങ്കിൽ പലരും എന്റെ ചേട്ടന് ടിയാഗോ ഉണ്ട്, ചേട്ടന് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ പലരും ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില സമയത്ത് വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് ഈ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ അലേർട്ട് വരും, ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോകും. സോ അപ്പൊ ഹൈ വോൾട്ടേജ് ക്രിട്ടിക്കൽ അലേർട്ട് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്. സോ അങ്ങനെ ഒരു ഇഷ്യൂ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ ഉള്ള സമയത്ത് നമുക്ക് വണ്ടി കൊണ്ട് സർവീസ് സെന്ററിൽ കൊണ്ടുപോലെ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. സോ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ള അപ്പൊ ആ യൂസറിനെ ഫോട്ടോ എടുക്കാൻ ഒത്തു കഴിഞ്ഞാൽ, ആ ഒരു എറർ കോഡ് ഫോട്ടോ എടുക്കാൻ ഒത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് സെന്ററിന് മനസ്സിലാക്കാൻ വെക്കും. അതല്ലെങ്കിൽ അത് ഇതിനകത്ത് സേവ് ആയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ പോകുമ്പോൾ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അറിയാൻ വെക്കും. ഈ രണ്ട് സംഗതി നടക്കുന്നില്ലെങ്കിൽ അപ്പൊ എന്താണ് സംഭവിച്ചതെന്നുള്ള ആർക്കും അറിയില്ല. ഓക്കെ, പിന്നെ എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളൂ, ഇപ്പൊ 1,72,000 ആകുന്നു. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് ഇതിന്റെ പെർഫോമൻസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതായത് റേഞ്ചിൽ ചെറിയൊരു വേരിയേഷൻ വന്നു പറഞ്ഞു, അതിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു? ഞാൻ ആക്ച്വലി അത്ര പെർഫോമൻസ് പിടിച്ച് ഓടിക്കുന്ന ആളല്ല. ഞാൻ അത്യാവശ്യം കാമായിട്ട് ഇപ്പൊ ഈ ഓടിക്കുന്നില്ലേ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ നോർമലി വണ്ടി ഓടിക്കാറുള്ളത്. സോ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങും. കാര്യം ട്രാഫിക്കും കുറവായിരിക്കും. നമ്മൾ രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് കുറവായിരിക്കും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മുടെ ഡ്രൈവിംഗിലും കിട്ടും, നമ്മുടെ എഫേർട്ടും കുറയും. ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ റേഞ്ചിനെ ബാധിക്കും. അതെ, സോ അതുകൊണ്ട് അതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. സോ പവറിന്റെ കാര്യം എനിക്ക് എസ്പെഷ്യലി പറയാനായിട്ട് അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞ ഞാൻ വണ്ടി എടുത്ത സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ബെൻസിനെയും ഇതിനെയൊക്കെ ലംബോർഗിനിയൊക്കെ ചേസ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലെ റോഡായതുകൊണ്ടാണ്, അതല്ലെങ്കിൽ നടക്കൂല. അത് കുറച്ച് ക്യൂരിയോസിറ്റിയില്ല. അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ കേരളത്തിലാകുമ്പോ അവർക്കും സ്പീഡ് ഒരുപാട് എടുക്കാൻ ഒക്കൂല. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം വരും. അതില്ലാത്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവെ വാഹനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ശരിക്കും അതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്, എക്കണോമിക് ബെനിഫിറ്റ്, അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ വാഹനം എങ്ങനെ ഉണ്ടാകും? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മൾ EV എടുത്തതെന്ന് പറയുന്നത് ഇത് പുതിയൊരു ടെക്നോളജി ആണെന്നുള്ളതൊക്കെ കൂടെ കൺസിഡർ ചെയ്തൊക്കെ തന്നെയാണ് എടുത്തത്. ഫിനാൻഷ്യൽ എന്നുള്ള കാര്യം മുൻനിർത്തി, മീൻസ് ഫൈനാൻഷ്യലി ലാഭം ആവുമെന്ന ഒരൊറ്റ കാര്യം നോക്കി വണ്ടി എടുത്ത കൂട്ടത്തിലല്ല. ഓക്കെ, പക്ഷെ ഇവിടെ പലരും അങ്ങനെ എടുക്കുന്നുണ്ട്. അവരോട് ഞാൻ സ്ട്രിക്ട്ലി പറയുന്നത് നിങ്ങൾക്ക് അത് കറക്റ്റ് സോ അങ്ങനെ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങിക്കാൻ നിങ്ങൾ ഇപ്പൊ ഈ EV അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി അത് ഓരോരുത്തർക്കും റിലേറ്റീവ് ആയിരിക്കും. ആ വണ്ടിയും ഈ വണ്ടിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ആ കോസ്റ്റ് ഡിഫറൻസ് പ്ലസ് വണ്ടിയുടെ റീസെയിൽ വാല്യൂ. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഈ വണ്ടിക്ക് റീസെയിൽ വാല്യൂ 0 കിട്ടുമെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത കൂട്ടത്തിലാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ പറയാനുള്ള എന്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബാറ്ററി കൺസ്യൂമബിൾ ആണ്. ബാറ്ററിക്ക് നല്ലൊരു വിലയുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. വണ്ടിയുടെ വിലയുടെ നല്ലൊരു ഭാഗം വരുന്നത് ബാറ്ററിയിലാണ്. പക്ഷെ ആ ബാറ്ററി കൺസ്യൂമബിൾ ആണ്.
സോ അതിന് ഡീഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കും. സോ റീസെയിൽ ആവുന്ന സമയത്തേക്ക് ഉള്ള ഡീഗ്രഡേഷൻ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം, ഈ റീസെയിൽ ചെയ്യുന്ന സമയം ആവുന്ന സമയത്തേക്ക് വേറെ ഇഷ്ടം പോലെ EV-കൾ വരാനുള്ള സാധ്യതയുണ്ട്, അതും എക്കണോമിക് ആയിട്ട്. സോ അപ്പൊ ആ എക്കണോമിക് ആയിട്ട് വരുന്ന EV-കളുടെയും പ്രൈസിന് താഴെ നമുക്ക് ചിലപ്പോൾ ഈ വണ്ടിക്ക് വില കിട്ടത്തുള്ളൂ. അത് ബേസിക്കലി ആര് വാങ്ങിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ 1.2 ലക്ഷം എന്തോ കഴിഞ്ഞതിന് ശേഷവും 10-12 ലക്ഷം രൂപയ്ക്ക് നെക്സോൺ EV വിറ്റിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്ക് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ അത് ഈ പറഞ്ഞ വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ലാതെ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി അതുമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസും റീസെയിൽ വാല്യൂവും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് EV വേണോ വേണ്ടയോ എന്നുള്ളത്. അതല്ലാതെ നിങ്ങൾ ഇതെടുക്കുന്നത് വലിയ മീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭം ആയിരിക്കാം, പക്ഷെ അതാണോ അല്ലയോ എന്നുള്ളതൊന്ന് ഉറപ്പിച്ചിട്ട് എന്ത് കോസ്റ്റ് വരുന്നുണ്ട് കിലോമീറ്ററിന്? എനിക്ക് 1.4 ലക്ഷം കിലോമീറ്ററിലാണ് ഞാൻ അവസാനം കൺസോൾട്ടേറ്റ് ചെയ്തത്. അപ്പൊ ഏതാണ്ട് 1. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോ കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യുന്നില്ല. ഏതാണ്ട് 1.3 രൂപയാണ് പെർ കിലോമീറ്റർ, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉൾപ്പെടെ വെക്കുമ്പോൾ. അതിനകത്ത് ഫ്രീ ചാർജിങ് കൂടെ ഉണ്ട് കേട്ടോ. വണ്ടി എടുത്ത സമയത്ത് കുറച്ച് നാള് KSEB ഫ്രീ ചാർജിങ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഫ്രീ ചാർജിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫിഗർ. ഞാൻ ചോദിച്ച എനർജി കോസ്റ്റ് മാത്രമാണോ അതോ സർവീസ് കോസ്റ്റ് എല്ലാം കൂടി ചേർത്താണോ? 1.3 എനർജി കോസ്റ്റ് മാത്രമാണ്. സോളാർ വെച്ചിട്ടില്ല? സോളാർ വെച്ചിട്ടുണ്ട്, പക്ഷെ സോളാറിന്റെ ലാഭം ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. സോളാറിന്റെ ലാഭം ഞാൻ ഇതിനകത്ത് കൂട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാർ ഞാനിപ്പോ വെച്ചിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ 1.5 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന അതിനകത്തുനിന്ന് കിട്ടിയേക്കുന്ന ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് 50,000-60,000 രൂപ ആ റേഞ്ചിലാണ്. കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ല, കണക്ക് നോക്കണം. എങ്കിലും ഏതാണ്ട് ഗ്യാസും കൂടെ ഉൾപ്പെടുത്തി നോക്കിയാലും ഏതാണ്ട് 40,000-50,000 ആ റേഞ്ചിൽ എന്തോ ആണ് എനിക്ക് വന്നിട്ടുള്ള ലാഭം. സോ എന്റെ സോളാറിന് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നത് 2 ലക്ഷം രൂപ സോളാറിനും, പിന്നെ സ്ട്രക്ചർ എല്ലാം കൂടെ ഏതാണ്ട് 50,000 രൂപയ്ക്ക് എടുത്തായി. ഷീറ്റിന് മുകളിലാണ് ചെയ്തത്, അതിന്റെ സ്റ്റെയറും ഒക്കെ കൂടെ. സോ ആ 2 ലക്ഷം രൂപ എപ്പോ സോളാർ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പൊ മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ ഈ പറയുന്ന ഈ കിട്ടുന്ന ബെനിഫിറ്റ് എനിക്ക് വണ്ടിക്കകത്ത് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളൂ. അതുവരെ അത് സോളാറിനാണ് എഫക്ട് വരുന്നത്. സോ അതുകൊണ്ട് അത് പലരും പറയാറുണ്ട് സോളാർ എടുത്തു ഞാനിപ്പോ ഫ്രീ ആയിട്ട് ഓടിക്കുന്നതെന്ന്. സോ ഒന്നീ സോളാറിന്റെ എമൗണ്ട് നിങ്ങളുടെ വണ്ടിയുടെ കൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ വണ്ടിയുടെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ മീനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഓണർഷിപ്പ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3 രൂപയ്ക്ക് താഴെയാണ്. 2 സംതിങ് ഒക്കെ ആയിരുന്നു പറഞ്ഞത്. ഓണർഷിപ്പ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഷുറൻസും കൂട്ടി ടയർ ഒരു തവണ 1.29 ടയർ മാറ്റിയത്. സോ ടയറും മാറ്റിയ കോസ്റ്റ്, ലോ വോൾട്ടേജ് ബാറ്ററി ഒരു തവണ മാറേണ്ടി വന്നു, അതിന്റെ കോസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അയ്യോ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഫസ്റ്റ് ടയർ മാറുന്നപ്പോൾ 1.29 1,30,000 കിലോമീറ്റർ ആണോ മാറുന്നത്? അതെ, 1,29,000 കിലോമീറ്ററിലാണ് മാറുന്നത്. അതും പൊട്ടിയതാണ്, അല്ലാണെങ്കിൽ 5,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഒക്കെ ഓടുകയാണ്. ഓക്കെ, അത് കൊള്ളാമല്ലോ. ബ്രേക്ക് പാഡ് മാറ്റിയത് 1.4 വാഹനമാണെങ്കിൽ ടയർ വണ്ടിയുടെ കൂടെ കിട്ടിയ സാധാരണ ഒരു 30,000 വരെയൊക്കെ ഓടാറുള്ളൂ. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ്. അതായത് നമ്മൾ ഈ ഗിയറുള്ള വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സ്പീഡ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ കാമായിട്ടായിരിക്കും ഓടിക്കുന്നത്. കാരണം നമുക്ക് ഓവർ ആക്സിലേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഒന്ന്, അത് റേഞ്ച് ആൻസൈറ്റിയും കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൺവീനിയന്റ് ആണ്. ഈ സ്പീഡ് നമുക്കിപ്പോ യാത്ര ചെയ്ത് പോകുന്നതിന് പ്രശ്നമില്ല. പിന്നെ ഒരു ബ്രേക്ക് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ട് റീജനറേറ്റീവ് ബ്രേക്കിന്റെ ബെനിഫിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് നിർത്താനും. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് ആണ്. ഈ രീതിയിൽ നിങ്ങൾ 1,30,000 കിലോമീറ്റർ അല്ല, പക്ഷെ 2 ലക്ഷം ഓടിയ ആളുണ്ട്. ഒരു സ്റ്റോക്ക് ടയറിനകത്ത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ആളുണ്ട്. പക്ഷെ ആ പുള്ളിക്ക് ടയറിന്റെ സൈഡിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഫോട്ടോ കണ്ടപ്പോ മനസ്സിലായി. പക്ഷെ അതല്ലാതെ ത്രെഡിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പുള്ളി 2 ലക്ഷം ആയപ്പോ പറഞ്ഞാല് നമ്മളൊരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എത്ര ടയർ മാറ്റേണ്ടി വരുമായിരുന്നു?
മിനിമം 4 തവണ മാറ്റേണ്ടി വരും. 4 തവണ തന്നെ 4 തവണ 50,000 ഒന്നും ഓടില്ല. അല്ല അതൊന്നും ഇല്ല. ആക്ച്വലി അത് ഞങ്ങളുടെ എക്കോസ്പോർട്ട് 50,000 കിലോമീറ്റർ ഓടിയതാണ്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡ്രൈവിംഗ് പാറ്റേൺ അനുസരിച്ചിരിക്കും. ഇപ്പൊ വളരെ നല്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ EV ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് അത് ഓടിച്ചുകൊണ്ട് പോകാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ ഇത്രയും ടയർ ലൈഫ് അതിനും കിട്ടണ്ടോ? കാരണം ഈ നെക്സോണിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് കൂടുതലാ, കുറവല്ല. സോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരേണ്ടതാണ്. അതേപോലെ ആക്സിലറേഷൻ കൂടുതലാണ്. അത്ര ആക്സിലറേഷൻ കൊടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് തേഞ്ഞു തീരും. ഇത് ബേസിക്കലി നമ്മൾ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ IC എഞ്ചിൻ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെ വരുന്നുണ്ട്? ഐസ് വണ്ടികളുമായിട്ട് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് എനിക്ക് 1 രൂപ താഴെയാണ് പെർ കിലോമീറ്റർ വരാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്ഷണൽ ആയിട്ടുള്ള, അത് ഞാൻ ആ ടേബിളിനകത്ത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷണൽ ആയിട്ടുള്ള എന്തൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഇല്ല എന്നുള്ളത്. കാരണം എനിക്ക് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ വണ്ടി കൊടുത്തിട്ട് പോകും, വൈകുന്നേരം വന്ന് എടുക്കും, അങ്ങനെയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരുപാട് ഫോളോ അപ്പ് ചെയ്യാനൊന്നും നോക്കാറില്ല. സോ അതുകൊണ്ട് പല സാധനങ്ങളും ഓപ്ഷനിൽ എനിക്ക് ചെയ്തു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫോണൊക്കെ അവൈലബിലിറ്റി ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, പ്രോപ്പറായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവരുടെ അടുത്ത് പറയാവുന്നതേ ഉള്ളൂ. സർവീസിന് ചെല്ലുമ്പോൾ ഓപ്ഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. നോർമൽ സർവീസ് കൂടാതെ എന്തെങ്കിലും സാധനം എക്സ്ട്രാ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഞാൻ അതിന്റെ പൈസ തരൂല എന്നുള്ളത് അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് നമ്മുടെ പെട്രോൾ ഡീസൽ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവെന്ന് പറയേണ്ടി വരും. കാര്യം എനിക്ക് ആക്ച്വലി അത് അത്ര കൃത്യമായിട്ട് പറയാൻ ഒക്കൂല. കാരണം എന്റെ എക്കോസ്പോർട്ട് യൂസ് ചെയ്തിരുന്ന സമയത്ത് പോലും മെയിൻ്റെനൻസിന്റെ കാര്യത്തിന്റെ ഈ പറഞ്ഞ പോലെ കണക്ക് കൂട്ടി ഞാൻ സ്റ്റോർ ചെയ്തൊന്നും വെച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കൂല. എങ്കിലും എങ്ങനെ നോക്കിയാലും കുറവായിരിക്കണം. കാരണം എനിക്ക് സർവീസിന് നോർമലി വരാറുള്ളത് 1000-2000 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. മാക്സിമം ഒരു 3000 രൂപയൊക്കെ വരാറുണ്ട്. പിന്നെ 60,000 കിലോമീറ്ററിന്റെ സർവീസിന് എമൗണ്ട് കൂടുതൽ വരും. കൂളന്റും ഓയിലും ഒരുമിച്ച് മാറും. നമ്മൾ സാധാരണ റെഗുലർ സർവീസിന് 1000-2000 വീഴുന്നുള്ളൂ. ഒരു 2000 മാക്സിമം 3000 വരെയൊക്കെ വീഴുന്നുള്ളൂ. പക്ഷെ IC വാഹനങ്ങളാണ് ചിലപ്പോൾ 4 മുതൽ 7 രൂപ വരെ, 5-6 രൂപ ആ റേഞ്ചിലൊക്കെ. എക്കോസ്പോർട്ടിന് ഞങ്ങൾക്ക് നോർമലി 5-6 രൂപ ആ റേഞ്ചിലാണ് വരാറുള്ളത്. പക്ഷെ അത് കൂടാതെ എക്കോസ്പോർട്ടിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അത് കൂടാതെ 1 ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വേറെ മാൻഡേറ്ററി ആയിട്ട് ചേഞ്ച് ചെയ്യലും മീൻസ് മറ്റേ ടൈമിംഗ് ചെയിനൊക്കെ ചേഞ്ച് ചെയ്യലുണ്ട്. അതിനൊക്കെ കൂടെ ഒരു 1-1.5 ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരാം. പല ഭാഗങ്ങളായിട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെ കുറെ വലിയ എക്സ്പെൻസ് വരാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് ഡ്യൂറേഷൻ ഉള്ളത് നോക്കുകയാണെങ്കിൽ IC എഞ്ചിൻ വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ 4-1 അങ്ങനെയൊന്നും എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെലവായിട്ടുള്ള എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും നോക്കാം. പക്ഷെ അതല്ലാതെ ഞാൻ ഈ എഴുതിയിട്ട് എന്റെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഓണർഷിപ്പ് കോസ്റ്റ് ആണെങ്കിലും ഒന്നും പറയുന്നിടത്ത് ഒരിടത്ത് ഞാൻ പ്രോഫിറ്റിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം വളരെ സിമ്പിൾ ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് റെഫറൻസിൽ കമ്പയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എനിക്ക് അങ്ങനെ ഒറ്റ വാക്കി ചോദിച്ചാൽ പറയാൻ ഒക്കുന്ന ഉത്തരം അല്ല, കുറവാണ്, അത്രമേ ഉള്ളൂ. കുറവാണെന്ന് പറയാൻ ഒക്കും. എന്തുമാത്രം കുറവാണെന്നുള്ളത് നിങ്ങൾ ഏത് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അതല്ലാതെ നെക്സോൺ ആണെങ്കിലും ഈ നെക്സോൺ ഈ സെഗ്മെന്റ് വരുന്ന വാഹനം ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞു 1 ടൈം ഇപ്പൊ നമുക്കൊരു IC എഞ്ചിൻ വാഹനമാണെങ്കിൽ 4 മുതൽ 7 രൂപയ്ക്ക് ഇൻ ബിറ്റ്വീൻ കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്ഥാനത്ത് ഇതിന് വരുന്നത് 1000-3000 ഇടയ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പകുതിയോ അല്ലെങ്കിൽ പകുതിക്ക് താഴെ ചെലവ് വരുന്നുള്ളൂ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഞാൻ അതല്ലേ പറഞ്ഞത്, 1 ലക്ഷം കഴിയുമ്പോൾ ഉള്ള എക്സസ് കോസ്റ്റിന്റെ കാര്യം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതും കൂടെ ചേർക്കുമ്പോൾ ചിലപ്പോ അതിലും താഴെ ആയിരിക്കാം. ചിലപ്പോ അത് മീൻസ് പിന്നെ അതല്ല നിങ്ങൾ വേറെ ഓഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺസിഡർ എനിക്ക് ആകെപ്പാടെ എക്കോസ്പോർട്ടിന്റെ കാര്യം മാത്രമേ പറയാൻ അറിയാവുള്ളൂ. അതിന് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാത്തിലും ഏതാണ്ട് 6000-7000 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. പിന്നെ പലപ്പോഴും അത് കൂടാതെ എക്സസ് സ്പേസ് ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ടൈമിംഗ് ചെയിൻ മാറ്റലോ അതുപോലുള്ള അത് ഇതിന് ഓക്കെ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് ടൈമിംഗ് ചെയിൻ ഒന്നും ഇതിനകത്ത് വേറെ എന്തെങ്കിലും വരാം. അത് നമ്മൾ മാറ്റി നിർത്താം. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കുറവാണ്, വളരെ കുറവായിരുന്നു നമുക്ക് പറയാം. ഓക്കെ, എന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് ഫുൾ അതിനകത്തുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്താലും മതി. ഓക്കെ.